Dear students, today we are discussing the topic management by participation. ആ പേര് തന്നെ കേട്ടാൽ മനസ്സിലാവും. മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ, മാനേജിങ് ദ എംപ്ലോയീസ് ബൈ ദെയർ പാർട്ടിസിപ്പേഷൻ. നമ്മൾ ചുരുക്കി ഉപയോഗിക്കുന്ന ഒരു ടേം എംപ്ലോയി പാർട്ടിസിപ്പേഷൻ എന്നാണ്. എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഉദ്ദേശിക്കുന്നത് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഇൻ ഓർഗനൈസേഷണൽ ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ എംപ്ലോയീസിനെ കൂടി ഉൾപ്പെടുത്തുക എന്ന് വെച്ചാൽ എല്ലാവരും ഉൾപ്പെടുത്തുക എന്നല്ല, പകരം ദർ ഷുഡ് ബി ഗിവൺ റെപ്രസെൻറ്റേഷൻ. എംപ്ലോയി റെപ്രസെൻറ്റേറ്റീവ്, ട്രേഡ് യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ മീറ്റിങ്ങിൽ ഡിസിഷൻ മേക്കിങ്ങിൽ പങ്കെടുക്കുക. ഇതാണ് ശരിക്കും മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു കീത്ത് ഡേവിസ്, participation refers to the mental and emotional involvement of a person in group situation which encourage him to contribute to group goals and share the responsibility of achievement. That is, it is the mental and emotional involvement of a person. ഒരു വ്യക്തിയുടെ ഇമോഷണലായ മെൻ്റലായ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മുടെ ഗ്രൂപ്പ് സിറ്റുവേഷനിൽ, ഗ്രൂപ്പ് വർക്കിൽ, ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിങ്ങിലുള്ള പാർട്ടിസിപ്പേഷനാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ എൻകറേജ് ഹിം ടു കോൺട്രിബ്യൂട്ട് ടു ദ ഗ്രൂപ്പ് ഗോൾസ്. അല്ലേ, അങ്ങനെ ഉണ്ടായാൽ അയാൾ ഗ്രൂപ്പിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ആൻഡ് ഓൾസോ ഹീ വിൽ ഷെയർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് അച്ചീവ്മെൻറ്റ്. അല്ലേ, അച്ചീവ്മെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തം അയാൾ കൂടി ഉണ്ടാവും. നമ്മളൊരു എംപ്ലോയീസിനെ കൂടി ഉൾപ്പെടുത്തി നമ്മുടെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ചാലഞ്ചിങ് ടു ദ എംപ്ലോയീസ് ആൻഡ് ദേ വിൽ ട്രൈ ടു അച്ചീവ് ദെയർ ടാർഗറ്റ്സ്. According to Walpole, participation in management gives the worker a sense of importance, pride and accomplishment. അല്ലേ, ഇയാൾ പറയുന്നത് ഇങ്ങനെ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് ദ വർക്കർ എ സെൻസ് ഓഫ് ഇമ്പോർട്ടൻസ്. അയാൾക്ക് എന്തോ ഒരു പ്രാധാന്യമുള്ള ഒരു ഇത് തോന്നും. ഇറ്റ് ഗിവ്സ് ദ വർക്കർ എ സെൻസ് ഓഫ് പ്രൈഡ്, അയാൾക്കൊരു അഭിമാനം തോന്നും. ആൻഡ് ഓൾസോ അക്കംപ്ലിഷ്മെൻറ്റ്, എന്തൊക്കെയോ അച്ചീവ് ചെയ്തു എന്ന് തോന്നലുണ്ടാവും. ഇറ്റ് ഗിവ്സ് ഹിം ദ ഫ്രീഡം ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ സെൽഫ് എക്സ്പ്രഷൻ. സ്വന്തമായി എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഫ്രീഡം അയാൾക്ക് തോന്നും. ആൻഡ് ഓൾസോ എ ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്നെസ്, നമ്മളൊക്കെ ഒന്നാണ് എന്നുള്ളൊരു തോന്നൽ കൂടി ഉണ്ടാവും വിത്ത് ദ പ്ലേസ് ഓഫ് വർക്ക്. ആൻഡ് ഓൾസോ എ സെൻസ് ഓഫ് വർക്ക്മാൻഷിപ്പ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഒരു ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത ഉണ്ടാവും, ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്നത് പാർട്ടിസിപ്പേഷൻ ബൈ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ ഈസ് എ ഗുഡ് കോൺസെപ്റ്റ് ബിക്കോസ് ഇറ്റ് ഗിവ്സ് ദ വർക്കർ എ സെൻസ് ഓഫ് ഇമ്പോർട്ടൻസ്, ഇറ്റ് ഗിവ്സ് ദ വർക്കർ എ സെൻസ് ഓഫ് pride and accomplishment, it gives the worker the freedom of opportunity for self-expression, it gives the worker a feeling of belongingness with the workplace, and also it gives the worker a sense of workmanship and creativity. So employees are participated in the organizational decision making, that is management by participation. So there are different forms of participations. Collective bargaining. കളക്റ്റീവ് ബാർഗൈനിങ് ഉദ്ദേശിക്കുന്നത് കളക്റ്റീവ് ബാർഗൈൻ റിസൾട്ട്സ് ഇൻ കളക്റ്റീവ് എഗ്രിമെൻറ്റ്സ് വിത്ത് ലേ ഡൗൺ സർട്ടൈൻ റൂൾസ് ആൻഡ് ഓൾസോ കണ്ടീഷൻസ് ഓഫ് സർവീസ് ഇൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. നമ്മൾ സാധാരണ കേസിൽ ഒരുപാട് കണ്ടീഷൻസ്, നമ്മൾ കളക്റ്റീവ് ബാർഗൈൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും കൂടിയുള്ള ഒരു ബാർഗൈനിങ് എന്നാണ്. എംപ്ലോയീസിനെ അങ്ങനെ ഒരു ബാർഗൈനിങ് പവർ കുറച്ചൊക്കെ കൊടുക്കുക. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് അവരുമായിട്ട് ആണ് നമ്മളെന്ത് ചെയ്യുക, ഓർഗനൈസേഷൻ റൂൾസ് ക്രിയേറ്റ് ചെയ്യുക. ഓർഗനൈസേഷൻ്റെ സർവീസ് കണ്ടീഷൻസ് എംപ്ലോയീസിന് കൂടി എന്ത് ചെയ്യുക, തീരുമാനിക്കാനുള്ള പ്രൊവിഷൻ കൊടുക്കുക. ഇതാണ് കളക്റ്റീവ് ബാർഗൈനിങ്. മറ്റൊരു ഫോം ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വർക്ക് കൗൺസിൽസ് ആണ്. വർക്ക് കൗൺസിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീസ് ആർ എക്സ്ക്ലൂസീവ് ബോഡീസ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ഇപ്പോൾ നമ്മൾ സ്റ്റാഫ് കൗൺസിൽ എന്ന് പറയുന്ന പോലെ വർക്ക് കൗൺസിൽ എംപ്ലോയി കൗൺസിലാണ്, ബോഡീസാണ്. സോ ദീസ് ആർ ബോഡീസ് ഓഫ് എംപ്ലോയീസ് അസൈൻഡ് വിത്ത് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിൽ തന്നെ വ്യത്യസ്ത ഫങ്ഷൻസ് അവർക്ക് പെർഫോം ചെയ്യാൻ ലഭിക്കും. ഇതാണ് വർക്ക് കൗൺസിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ടൈപ്പ് ഓഫ് പാർട്ടിസിപ്പേഷനാണ്. മറ്റൊരു പാർട്ടിസിപ്പേഷനാണ് ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ ആൻഡ് കമ്മിറ്റി. അതായത് ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ ആൻഡ് കമ്മിറ്റി എന്ന് പറയുന്ന മറ്റൊരു ബോഡിയാണ് കൺസൾട്ടേറ്റീവ് ആൻഡ് അഡ്വൈസറി.
അല്ലേ? മാനേജ്മെൻറ്റിനെ കൺസൾട്ട് ചെയ്യുന്ന, മാനേജ്മെൻറ്റിനെ അഡ്വൈസ് ചെയ്യുന്ന ഒരു ബോഡിയാണ്, വിത്ത് ഡിസിഷൻ മേക്കിംഗ് ബീയിങ് ലെഫ്റ്റ് ടു ദ ടോപ്പ് മാനേജ്മെൻറ്റ്. പക്ഷേ അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പവർ ടോപ്പ് മാനേജ്മെൻറ്റിന് തന്നെയാണ്. പക്ഷേ ദേ വിൽ ഗിവ് അഡ്വൈസ് ആൻഡ് കൺസൾട്ടേഷൻ ടു മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റിന് കൺസൾട്ടിങ് സർവീസ് കൊടുക്കുന്ന, അഡ്വൈസ് കൊടുക്കുന്ന എംപ്ലോയീസിൻ്റെ ഒരു ബോഡീനെയാണ് നമ്മൾ ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ ആൻഡ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആസ് ദേ ആർ കൺസൾട്ടേറ്റീവ് ആൻഡ് അഡ്വൈസറി, ദെയർ മാനേജ്മെൻറ്റ് നോർ വർക്കേഴ്സ് ടേക്ക് ദം സീരിയസ്ലി. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത അഡ്വൈസറി ബോഡി ആയതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് അതേ അർത്ഥത്തിൽ അല്ലെങ്കിൽ എംപ്ലോയീസും അവരെ കൺസിഡർ ചെയ്യണമെന്നില്ല. കാരണം ഇവർ മാനേജ്മെൻറ്റിൻ്റെയും എംപ്ലോയീസിൻ്റെയും പ്രതിനിധികളാണ്. അപ്പോൾ എംപ്ലോയിയുടെ പ്രതിനിധി ആയതുകൊണ്ട് മാനേജ്മെൻറ്റ് മൈൻഡ് ചെയ്യില്ല, മാനേജ്മെൻറ്റ് പ്രതിനിധി ആയതുകൊണ്ട് എംപ്ലോയി മൈൻഡ് ചെയ്യില്ല. ഇങ്ങനെ ഒരു പ്രോബ്ലം ഇതിനുണ്ട്. ദ നെക്സ്റ്റ് ബോർഡ് റെപ്രസെൻറ്റേഷൻ, അനദർ ടെക്നിക്കാണ്, അനദർ പാർട്ടിസിപ്പേഷൻ ഫോമാണ് ബോർഡ് റെപ്രസെൻറ്റേഷൻ. ദാറ്റ് ഈസ് വർക്കേഴ്സ് റെപ്രസെൻറ്റേറ്റീവ് വിൽ ബി ഗിവൺ ചാൻസ് ഇൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ട്രേഡ് യൂണിയൻ പ്രതിനിധി അല്ലെങ്കിൽ എംപ്ലോയി പ്രതിനിധിയെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, റെപ്രസെൻറ്റേഷൻ കൊടുക്കുക. ദ നെക്സ്റ്റ് വർക്കേഴ്സ് ഓണർഷിപ്പ് ഓഫ് എൻ്റർപ്രൈസ്, മറ്റൊരു കോൺസെപ്റ്റാണ്, മറ്റൊരു ഫോം ഓഫ് പാർട്ടിസിപ്പേഷനാണ് വർക്കേഴ്സ് ഓണർഷിപ്പ് ഓഫ് എൻ്റർപ്രൈസ്. അതായത് സോഷ്യൽ സെൽഫ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണിത്. അതായത് ടോപ്പ് മാനേജ്മെൻറ്റ് ടീം അസ്യൂം എ ഫെയർലി ഇൻഡിപെൻഡൻറ്റ് റോൾ ഇൻ ടേക്കിംഗ് മേജർ പോളിസി ഡിസിഷൻസ്. ടോപ്പ് മാനേജ്മെൻറ്റാണ് കൂടുതൽ ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ പവർ എടുക്കുക. പക്ഷേ ഇതൊരു സോഷ്യൽ സെൽഫ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. എംപ്ലോയീസാണ് ആക്ച്വലി ഡിസിഷൻസ് മുഴുവൻ മാനേജ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ഏരിയ കൂടി പറയാം, ലെവൽസ് ഓഫ് പാർട്ടിസിപ്പേഷൻ. മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷനിൽ ഏതൊക്കെ ലെവൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവാം? മെയിനായിട്ട് ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ, കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ, അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ, ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ. ഇങ്ങനെ 5 പാർട്ടിസിപ്പേഷനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ. എന്തായിരിക്കാം പ്രത്യേകത? ആ പേരിൽ തന്നെയുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് എൻഷുർ ദാറ്റ് എംപ്ലോയീസ് ആർ ഏബിൾ ടു റിസീവ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്രസ് ദെയർ വ്യൂസ് പെർട്ടൈനിങ് ടു ദ മാറ്റേഴ്സ് ഓഫ് ജനറൽ ഇക്കണോമിക് ഇമ്പോർട്ടൻസ്. അതായത് എംപ്ലോയീസിന് എല്ലാ വിവരങ്ങളും കൃത്യമായി മാനേജ്മെൻറ്റിൽ നിന്ന് കിട്ടുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടേതായ എക്സ്പ്രഷൻ അല്ലെ അവരുടേതായ വ്യൂസ് നൽകാൻ, അവരുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. സോ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ഇൻഫർമേഷനും ആർക്ക് പാസ് ചെയ്യുക? എംപ്ലോയീസിന് പാസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ. മറ്റൊന്ന് കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ. ഇവിടെയുള്ള പ്രത്യേകത കൺസൾട്ടേഷനാണ്. വർക്കേഴ്സ് ആർ കൺസൾട്ടഡ് ഓൺ ദ മാറ്റേഴ്സ് ഓഫ് എംപ്ലോയി വെൽഫെയർ സച്ച് ആസ് വർക്ക്, സേഫ്റ്റി, ഹെൽത്ത് എക്സെട്ര. ഓക്കെ, അതായത് നമ്മൾ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട ഡിസിഷൻ, സേഫ്റ്റി ഡിസിഷൻസ്, ഹെൽത്ത് ഡിസിഷൻസ്, ഇതൊക്കെ എടുക്കുന്ന സമയത്ത് മാനേജ്മെൻറ്റ് വിൽ കൺസൾട്ട് ദ എംപ്ലോയീസ്. ഒറ്റയ്ക്ക് മാനേജ്മെൻറ്റ് തീരുമാനം എടുക്കില്ല, പകരം എംപ്ലോയീസിനെ കൂടി കൺസൾട്ട് ചെയ്തുകൊണ്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. ഹവർ ദ ഫൈനൽ ഡിസിഷൻസ് ഓൾവേസ് റെസ്റ്റ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ് വ്യൂസ് ആർ ഓൺലി ഓഫ് അഡ്വൈസറി നേച്ചർ. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പലപ്പോഴും ഫൈനൽ ഡിസിഷൻ ആരാണ് എടുക്കുക? മാനേജ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൺസൾട്ട് ചെയ്യുക, ഡിസിഷന് മുമ്പ് എംപ്ലോയിയെ ഒന്ന് കൺസൾട്ട് ചെയ്യൽ മാത്രമാണ് നടക്കുന്നത്. സോ ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ, കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ. ദെൻ തേർഡ് വൺ ഈസ് അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ. It is an extension of consultative participation. Here, the participation of management is under moral obligation to accept and implement the unanimous decisions of employees. നമ്മൾ നേരത്തെ കൺസൾട്ട് ചെയ്യൽ മാത്രമേ ഉള്ളൂ. നമ്മളൊരു കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ് വേറൊരാളോടൊന്ന് ചോദിക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, അസോസിയേറ്റീവാണ്. രണ്ടും ടീമും കൂടിയിട്ടാണ് തീരുമാനിക്കുക. അസോസിയേറ്റീവ് ഡിസിഷനാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റ് വിൽ ആക്സെപ്റ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് യുനാനിമസ് ഡിസിഷൻസ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൽ നിന്നുള്ള ഐക്യകണ്ഠേനയുള്ള തീരുമാനങ്ങൾ മുഴുവൻ മാനേജ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യും. ബിക്കോസ് ദേ ആർ അസോസിയേറ്റ്സ് അല്ലേ. മാനേജ്മെൻറ്റും എംപ്ലോയീസും രണ്ടല്ല. എംപ്ലോയി ജസ്റ്റ് കൺസൾട്ടൻ്റ് അല്ല, പകരം ദേ ആർ അസോസിയേറ്റ്. അവർ ഒരുമിച്ച് തീരുമാനം എടുക്കുന്ന പ്രോസസ്സാണ് അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ. നെക്സ്റ്റ് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ.
അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഒന്നുകൂടി ഹയർ ലെവലാണ്. ഇറ്റ് എൻഷുവർ ദ ഗ്രേറ്റ് ഷെയർ ഓഫ് വർക്ക്സ് ഇൻ ദ ഡിസ്ചാർജ് ഓഫ് മാനേജീരിയൽ ഫംഗ്ഷൻ. അല്ലേ, വർക്കേഴ്സാണ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ ഡിസ്ചാർജ് ചെയ്യുന്നതിൽ വർക്കേഴ്സിൻ്റെ വലിയൊരു പങ്ക് ഉണ്ടായിരിക്കും. ഹിയർ ദ ഡിസിഷൻസ് ഓൾറെഡി ടേക്കൺ ബൈ ദ മാനേജ്മെൻറ്റ് കംസ് ടു എംപ്ലോയീസ്, preferably with the alternatives for administration, and employees have to select the best from those for implementation. അതായത് ആദ്യം തീരുമാനം എടുക്കുക മാനേജ്മെൻറ്റാണ്, ടോപ്പ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നൊരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഡിസിഷൻ ഈസ് ഫസ്റ്റ്ലി ടേക്കൺ ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. പക്ഷേ ഒറ്റ സിംഗിൾ ഡിസിഷനല്ല എടുക്കുക, പകരം ഒരുപാട് ഓൾട്ടർനേറ്റീവ് ഡിസിഷൻസ് എടുക്കുന്നു. ദീസ് വിൽ ബി പ്രസൻറ്റഡ് ടു എംപ്ലോയീസ്. ഈ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങൾ ആരെ അറിയിക്കുന്നു? എംപ്ലോയീസിനെ അറിയിക്കുന്നു. ആൻഡ് എംപ്ലോയീസ് വിൽ ഡിസൈഡ് ഹൗ ടു ഇംപ്ലിമെൻറ്റ് ദിസ്. വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ് ടു ഇംപ്ലിമെൻറ്റ് ദിസ്? വാട്ട് ഈസ് ദ ബെസ്റ്റ് സ്ട്രാറ്റജി ടു ഇംപ്ലിമെൻറ്റ് ഡിസിഷൻസ്? അതായത് മാനേജ്മെൻറ്റ് എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും നല്ലത് ഏതാണ്, അതെങ്ങനെയാണ് ഏറ്റവും നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ ആര് തീരുമാനിക്കുന്നു? എംപ്ലോയീസ് ഡിസൈഡ് ചെയ്യുന്നു. ദ നെക്സ്റ്റ് വൺ ഈസ് ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ. ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷൻ, നമ്മളിപ്പോൾ 4-5 ലെവൽസ് പറഞ്ഞു. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഡിസിസീവ് പാർട്ടിസിപ്പേഷനാണ്. അതായത് ഡിസിഷൻസ് ആർ ജോയിൻ്റ്ലി ടേക്കൺ ഓൺ ദ മാറ്റേഴ്സ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ, വെൽഫെയർ എക്സെട്ര. അതായത് പ്രൊഡക്ഷൻ, വെൽഫെയർ പോലുള്ള മാറ്റേഴ്സിൽ ജോയിൻ്റായി ഒരുമിച്ച് തീരുമാനം എടുക്കുന്ന പ്രോസസ്സാണ് നമ്മൾ ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എംപ്ലോയീസിന് ഇൻഫർമേഷൻ സോഴ്സായിട്ട് കൊടുക്കുന്നു എന്ന് മാത്രം. കൺസൾട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് എംപ്ലോയീസിനെ ഒന്ന് കൺസൾട്ട് ചെയ്യൽ മാത്രമേ ഉള്ളൂ. അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി അവരെ നമ്മുടെ പാർട്ടാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത തീരുമാനം എംപ്ലോയീസിനെ കൊണ്ട് അഡ്മിനിസ്റ്റർ ചെയ്യിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ ജോയിൻ്റ് ഡിസിഷൻ മേക്കിംഗ് ആണ്. 2 കൂട്ടരും കൂടി ഇരുന്നിട്ടാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ദീസ് ആർ റിഗാർഡിങ് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.